തൈറോയിഡിൻ്റെ ഹോർമോൺ നമ്മളൊരു കാറായിട്ട് ഉപമിക്കുകയാണെങ്കിൽ അതിൻ്റെ ആക്സിലറേറ്ററും ബ്രേക്കും പോലെയാണ് ഈ T3 ഹോർമോണും T4 ഹോർമോണും. ഇത് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്, അത് കുറഞ്ഞാലും പ്രശ്നമാണ്. ചിലർക്ക് സിംഗിൾ ആയിട്ടുള്ള ഒറ്റ നോഡ്യൂളായിട്ട് ഉണ്ടാവാം, അതുപോലെ മൾട്ടിപ്പിൾ ഒന്നിൽ കൂടുതൽ നോഡ്യൂൾസ് ഉള്ള കേസുകളൊക്കെ ഉണ്ടാവും. ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു, പക്ഷെ ഇപ്പം ഭക്ഷണത്തിനോടുള്ള ഒരു ഇഷ്ടം കുറഞ്ഞിട്ടുണ്ട്. ആളുകളൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട്, എന്താ നീ ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അവർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് അവർ ഫാമിലി ഫംഗ്ഷൻസിന് കല്യാണത്തിനൊന്നും പോവാതിരിക്കുക. ഗർഭധാരണത്തിന് ഇതൊരു ചെറിയ രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്. ഡോക്ടറെ, നമ്മുടെ OPയിൽ ഒരുപാട് പേഷ്യൻസ് വരുമ്പോൾ അവരുടെ ഒരു മെയിൻ കൺസേൺ ആണ് മുടി കൊഴിച്ചിൽ, അതുപോലെ തന്നെ ശരീരം വണ്ണം വെക്കുക, അതല്ലെങ്കിൽ മെലിഞ്ഞു പോകുന്നത് പോലെ തോന്നുക, ഇനി അതല്ലെങ്കിൽ ഭയങ്കര ക്ഷീണം തോന്നുക, ഒരു അസ്വസ്ഥത, ഒന്നും ചെയ്യാനൊരു താല്പര്യക്കുറവുണ്ടാവുക. അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് രോഗികൾ പലപ്പോഴും അവരെ തന്നെ ഡയഗ്നോസ് ചെയ്ത് വരുന്നത് ചില കണ്ടീഷൻസ് എന്ന് പറയുന്നത് അനീമിയ, അതായത് രക്തക്കുറവ്, അതല്ലെങ്കിൽ ഒരു 40-45 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഒരു 50 വയസ്സ് അടുക്കുന്ന സമയത്ത് അവർ മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമത്തോട് അടുക്കുന്നതിൻ്റെ സിംറ്റംസ് ആയിട്ടും കണക്കാക്കാറുണ്ട്. ആ സമയത്ത് അവർക്ക് ശരീരം മുഴുവനായിട്ട് ചൂട് തോന്നുക, വിയർപ്പ് അനുഭവപ്പെടുക, അത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ അത് അവർ മെനോപോസലായിട്ട് സ്ഥിരീകരിക്കാറുണ്ട്. മറ്റു ചില ആളുകൾ ഒരു 18 വയസ്സ് അല്ലെങ്കിൽ 30-40 വയസ്സാവുന്ന ആളുകളൊക്കെ ആണെങ്കിൽ PCOD PCOS ആയിട്ടാണ് അവർ ഡയഗ്നോസ് ചെയ്യാറുള്ളത്. ഇതിന് നമ്മളിപ്പോൾ ഒരു ന്യൂ ടെർമിനോളജിയാണ് യൂസ് ചെയ്യുന്നത്, പോളി എൻഡോക്രൈനൽ മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രോം. അപ്പോൾ പലപ്പോഴും ആളുകൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻ അവരെ സ്വന്തമായി ഡയഗ്നോസ് ചെയ്തിട്ടാണ് നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരാറുള്ളത്. പക്ഷേ ഇവർ വിട്ടുപോകുന്ന ഒരു കണ്ടീഷനാണ് തൈറോയ്ഡ് രോഗങ്ങൾ. പലപ്പോഴും ആളുകൾ ഇത് മനസ്സിലാവാതെ പോകാറുണ്ട്. അപ്പോൾ എന്താണ് തൈറോയ്ഡ് രോഗങ്ങൾ, ഇതെങ്ങനെ തിരിച്ചറിയാം, എന്തൊക്കെ ടെസ്റ്റുകളാണ് നമ്മൾ ഇതിനു വേണ്ടി ചെയ്യേണ്ടത്, നമ്മുടെ ജീവിതശൈലിയിലും ഭക്ഷണ രീതിയിലും വരുത്തേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്, എല്ലാം നമ്മൾ ഇന്നൊരു ചെറിയ ഡിസ്കഷൻ നടത്തുന്നുണ്ട്. ഞാൻ ഡോക്ടർ അനുശ്രീ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ആൻഡ് സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. എൻ്റെ കൂടെ മൈക്ക് ഷെയർ ചെയ്യുന്നത് ഹായ്, ഞാൻ ഡോക്ടർ അജ്മി മഹ്മൂദ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. നമുക്ക് പൊതുവേ പലർക്കും ഒരു വ്യക്തമായ ധാരണ ഇല്ലാത്തൊരു രോഗമായിട്ട് തോന്നിയിട്ടുണ്ട് ഈ തൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുമ്പോൾ. അതായത് ആളുകൾക്ക് പലർക്കും കൺഫ്യൂഷനുള്ള, എന്നാൽ വളരെ സാധാരണമായ ഒരു അസുഖമാണെങ്കിൽ പോലും ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിക്കരുത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും കൺഫ്യൂഷനുള്ള ഒരു രോഗമാണ് ഈ തൈറോയ്ഡ് രോഗങ്ങൾ. തൈറോയ്ഡ് എന്ന് പറയുമ്പോൾ കഴുത്തിൻ്റെ മുൻഭാഗത്ത് ഒരു ചിത്രശലഭത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ചെറിയ ഗ്രന്ഥിയാണ്. എന്നാൽ തൈറോയ്ഡിൽ നിന്ന് ഉൽപ്പാദിക്കുന്ന ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ഹോർമോണാണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ മെറ്റബോളിസം, ഊർജ്ജത്തിൻ്റെ ഒരു ഉപയോഗം, അതുപോലെ നമ്മുടെ ഹാർട്ട് റേറ്റ്, ഇത്തരം കാര്യങ്ങളൊക്കെ, ശരീരത്തിൻ്റെ താപനില, ഇത്തരം കാര്യങ്ങളൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹോർമോണാണ് തൈറോയ്ഡ് ഹോർമോൺ എന്ന് പറയുന്നത്. അതെ, ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ തൈറോയിഡിൻ്റെ ഹോർമോൺ നമ്മളൊരു കാറായിട്ട് ഉപമിക്കുകയാണെങ്കിൽ അതിൻ്റെ ആക്സിലറേറ്ററും ബ്രേക്കും പോലെയാണ്. അതായത് നമ്മൾ ആക്സിലറേറ്റർ വണ്ടി ഒന്ന് സ്പീഡ് കൂവാനായിട്ട് നമ്മളത് കൂട്ടാറുണ്ട്, അതുപോലെ ഒന്ന് സ്ലോ ആക്കാനായിട്ട് നമ്മൾ ബ്രേക്ക് പിടിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ T3 ഹോർമോണും T4 ഹോർമോണും. ഇത് കൂടിക്കഴിഞ്ഞാലും പ്രശ്നമാണ്, അത് കുറഞ്ഞാലും പ്രശ്നമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയ്ഡ് രോഗങ്ങൾ. അതെ, നമ്മൾ തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞു കഴിഞ്ഞാലുള്ള കണ്ടീഷനാണ് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത്. അതുപോലെ തൈറോയ്ഡ് ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. ഇത് രണ്ടും തമ്മിൽ ഈ ഹോർമോൺസിൻ്റെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ ലക്ഷണങ്ങൾ തമ്മിലും ചെറിയ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, തൈറോയ്ഡ് ഹോർമോൺ കുറഞ്ഞ കേസുകളിൽ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അമിതമായ വണ്ണം ഉണ്ടാവും, അതുപോലെ അകാരണമായ അമിതമായ ക്ഷീണം തോന്നും, ഉറക്കക്കുറവ്, അതുപോലെ ഓർമ്മക്കുറവ്, ഡിപ്രഷനുള്ളൊരു കണ്ടീഷൻ, ചിലർക്ക് മെൻ്റൽ ഹെൽത്ത് ഡൗൺ ആയി ഡിപ്രഷനും ഉത്കണ്ഠയൊക്കെ ഉണ്ടാകുന്ന കേസുകളുണ്ട്. പിന്നെ സ്ത്രീകളിലാണെങ്കിൽ ആർത്തവ ക്രമക്കേടുകൾ കാണാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഹൈപ്പർ തൈറോയിഡിസം. അതിൽ ഹൈപ്പോ തൈറോയിഡിസത്തിൽ നമ്മൾ മെയിനായിട്ട് ശരീരം വണ്ണം വെക്കുന്നതാണെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസത്തിൽ ശരീരം മെലിഞ്ഞു പോകുന്നതാണ്. എത്ര ഭക്ഷണം കഴിച്ചാലും ശരീരത്തിന് പിടിക്കാത്തതുപോലെ തോന്നാം, ഭക്ഷണത്തിനോട് ഒരു ഇഷ്ടക്കുറവ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ മെനോപോസൽ സിംറ്റംസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന ശരീരത്തിൽ ചൂട് അനുഭവപ്പെടുക, പെട്ടെന്ന് വിയർക്കുക, അസ്വസ്ഥതകൾ ഉണ്ടാവുക, ആ ഒരു ലക്ഷണങ്ങളൊക്കെ ഹൈപ്പർ തൈറോയിഡിസത്തിന് കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ നമുക്കുണ്ടാകുന്ന മറ്റു ലക്ഷണങ്ങളാണ് മുടി കൊഴിച്ചൽ, പീരീഡ്സിൻ്റെ റെഗുലറായി വരാത്ത പീരീഡ്സ്. അതേപോലെ തന്നെ നമുക്ക് മറ്റ് ലക്ഷണങ്ങളായിട്ട് കാണുന്നതാണ് ഈ ഉത്കണ്ഠ, അതായത് ആൻസൈറ്റി. എന്തൊരു പ്രശ്നം വരുമ്പോഴും നമുക്ക് അതിനോട് ഒരു ഭയങ്കരമായിട്ടുള്ള ആൻസൈറ്റി ഉണ്ടാവാം. അതുപോലെ ഉറക്കക്കുറവിൻ്റെ പ്രശ്നങ്ങൾ, പെട്ടെന്ന് തന്നെ ടെൻഷൻ വരാം. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളൊക്കെ ഹൈപ്പർ തൈറോയിഡിസത്തിൽ കുറച്ച് കൂടുതലായിട്ട് മുന്നോട്ട് നിൽക്കുന്നുണ്ടാവും.
അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഹൈപ്പർ തൈറോയിഡിസ് ആണോ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസ് ആണോ എന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ടെസ്റ്റാണ് തൈറോയിഡ് പ്രൊഫൈൽ ടെസ്റ്റ് അല്ലെങ്കിൽ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ്. ഇത് ചെയ്യുമ്പോൾ നമുക്ക് T3, T4 അല്ലെങ്കിൽ TSH ഹോർമോണിൻ്റെ ലെവൽസ് അറിയാനായിട്ട് സാധിക്കും. ഇപ്പോൾ T3 അല്ലെങ്കിൽ T4 ഹോർമോൺസ് കുറവാണെങ്കിൽ ഈ TSH സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. ഇത്തരം കണ്ടീഷനെയാണ് നമ്മൾ ഹൈപ്പോ തൈറോയിഡിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ T3, T4 ഹോർമോൺസ് കൂടുതലായിട്ട് TSHൻ്റെ അളവ് കുറയുന്നതിനാണ് നമ്മൾ ഹൈപ്പർ തൈറോയിഡിസ് എന്ന് പറയാം. അപ്പോൾ ഈ ചില ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ചില ഹോർമോൺസിൻ്റെ വേരിയേഷൻ നമുക്ക് കൂടുതലായിട്ടും കുറഞ്ഞതായിട്ട് മനസ്സിലാക്കാം. ഇതൊന്നും കൂടെ കൺഫേം ചെയ്യാനായിട്ട് നമ്മൾ തൈറോയിഡ് ആൻറ്റിബോഡി അല്ലെങ്കിൽ TPO കൂടെ ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇനി കുറച്ചും കൂടെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് തൈറോയിഡിന് വേണ്ടിയിട്ടുള്ള സ്കാനിങ് ചെയ്ത് നോക്കാം. നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ തൈറോയ്ഡ് നോഡ്യൂൾസിൻ്റെ കാര്യങ്ങളും എത്ര നോഡ്യൂൾസ് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തടിപ്പ് മുഴകളുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം ചിലർക്ക് സിംഗിൾ ആയിട്ടുള്ള ഒറ്റ നോഡ്യൂളായിട്ട് ഉണ്ടാവാം, അത് സിംഗിൾ അല്ലെങ്കിൽ സോൾട്ടറി നോഡ്യൂൾസ് എന്ന് പറയും. അതുപോലെ മൾട്ടിപ്പിൾ ഒന്നിൽ കൂടുതൽ നോഡ്യൂൾസ് ഉള്ള കേസുകളൊക്കെ ഉണ്ടാവും. ഇതാണ് നമ്മൾ ഹൈപ്പോ അല്ലെങ്കിൽ ഹൈപ്പർ തൈറോയിഡിസം അല്ലാതെ തൈറോയ്ഡ് കേസുകളിൽ തൈറോയ്ഡ് റിലേറ്റഡ് ആയിട്ട് വരുന്ന മറ്റ് അസുഖങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പക്ഷേ ഇതിൽ നമുക്ക് തൈറോയ്ഡ് ഹോർമോൺസ് ചിലപ്പോൾ നോർമൽ ആവാം, പൊതുവേ തൈറോയ്ഡ് ഹോർമോൺസ് കുറവായിരിക്കും ഇത്തരം രോഗങ്ങൾക്ക്. അപ്പോൾ അത് നമ്മളൊരു 6 months കൂടുമ്പോൾ എങ്കിലും നമ്മൾ തൈറോയ്ഡ് ഹോർമോൺസ് ചെക്ക് ചെയ്തിട്ട് നോർമലാണ് എന്നുള്ളത് കൺഫേം ചെയ്യാം. പിന്നെ നമുക്ക് ഇവർക്കൊക്കെ ഡയറ്റ് എന്ന് പറയുന്നത് നമുക്ക് തൈറോയ്ഡ് ഹോർമോൺസ് കുറഞ്ഞ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ഡയറ്റ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. നന്ദി. ഡോക്ടർ ഒ.പിയിൽ എനിക്കൊരു പേഷ്യൻ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 32 വയസ്സുള്ള ഒരു ലേഡി ആയിരുന്നു. അവർ ഹസ്ബൻഡും വൈഫും കൂടിയാണ് വന്നത്. കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന സമയത്ത് ആ ലേഡിയുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് അവർക്ക് എന്ത് ചെയ്യുമ്പോഴും ഒരു ക്ഷീണം തോന്നുകയാണ്, ഒന്നിനോടൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തതുപോലെ തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ കിതപ്പുണ്ട്, ചെറിയ ചെറിയ ജോലികൾ ചെയ്യുമ്പോഴേക്കും അവർക്ക് കിതപ്പ് അനുഭവപ്പെടുക. അതുപോലെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളായിരുന്നു. ഭക്ഷണം കഴിക്കാനായിട്ട് ഒരുപാട് യാത്രയൊക്കെ ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇപ്പം ഭക്ഷണത്തിനോടുള്ള ഒരു ആർത്തി അല്ലെങ്കിൽ ഭക്ഷണത്തിനോടുള്ള ഒരു ഇഷ്ടം കുറഞ്ഞിട്ടുണ്ട്. ശരീരത്തിന് ഭക്ഷണം പിടിക്കാത്തതുപോലെ ഉണ്ട്. ശരീരം വെയിറ്റ് കുറഞ്ഞു. അവരൊരു 50-55 കിലോ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഒരു 45 കിലോയിലേക്കൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു പരിപാടിക്കൊക്കെ പോകുന്ന സമയത്ത് ആളുകളൊക്കെ അവരോട് ചോദിക്കുന്നുണ്ട്, എന്താ നീ ഭയങ്കരമായിട്ട് മെലിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അവർക്ക് ഒരു ഭയങ്കര പ്രോബ്ലം ആയിട്ട് അതൊരു ഇൻസെക്യൂരിറ്റി ആയിട്ട് ഫീൽ ചെയ്യുന്നതുകൊണ്ട് അവർ ഫാമിലി ഫംഗ്ഷൻസിന് കല്യാണത്തിനൊന്നും പോവാതിരിക്കുക. അപ്പോൾ അത് അവർക്ക് മനസ്സിന് വല്ലാത്തൊരു വിഷമമായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ അവർ മെയിനായിട്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടായിരുന്നു നമ്മുടെ ഒ.പിയിൽ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമുക്ക് അവർക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടെന്ന് മനസ്സിലായി. പക്ഷേ ഞാൻ ഹസ്ബൻഡായിട്ട് കൂടുതലായിട്ട് സംസാരിച്ച സമയത്ത് ആൾ പറഞ്ഞത് എൻ്റെ അടുത്ത്, ഡോക്ടർ ഇവർക്ക് മുന്നേ 1 വർഷം മുന്നേ ആൾ ഭയങ്കര കാമായിരുന്നു, പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, നമ്മൾ നല്ല ഹാപ്പി ആയിരുന്നു, ഭയങ്കര നമ്മൾ യാത്രയൊക്കെ പോകാറുണ്ട്, ഫുഡൊക്കെ കഴിക്കാൻ നല്ല ഇഷ്ടമുള്ള ഒരാളായിരുന്നു. പക്ഷേ അച്ഛൻ മരിച്ചിട്ട് ഒരു 1 year കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയതെന്ന്. കുട്ടികളൊക്കെ ചെറുതായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ദേഷ്യം വരിക, ഭയങ്കര ഇറിറ്റേറ്റഡ് ആവുക, ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് നെർവസ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ പേഷ്യൻ്റായിട്ട് കൂടുതലായിട്ട് സംസാരിച്ച സമയത്ത് അവർ പറഞ്ഞതാണ് അച്ഛനായിട്ട് ആൾ ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു, ഒറ്റ മോളായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയപ്പോൾ അച്ഛനെ പിരിഞ്ഞിട്ടുള്ള ഭയങ്കര വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ മരണം പെട്ടെന്ന് അറ്റാക്കായിരുന്നു അച്ഛന്. പക്ഷെ അത് അവർക്ക് തീരെ മനസ്സിന് അത് ഭയങ്കര ഒരു വിഷമം തരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അമ്മ ഒറ്റയ്ക്കാവും, അങ്ങനെയുള്ളൊരു ടെൻഷനൊക്കെ ആളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം 1 year ആയിട്ടാണ് ആൾക്ക് ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുകൾ കണ്ടുവന്നത്. പക്ഷെ അതൊരു സിംറ്റമായിട്ട് അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അവർ വിചാരിച്ചത് അവർ അഡ്വർടൈസിങ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ലേഡി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് വർക്ക് പ്രഷറൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ സ്ട്രെസ്സ് കാരണമായിരിക്കും, ഇത്തരത്തിൽ ജോലി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം അവർക്ക് ഒരു കോൺസെൻട്രേഷൻ കിട്ടാത്തതുകൊണ്ടാണ്, ഭക്ഷണം കഴിക്കാൻ ടെൻഷൻ കാരണമാണ്, അതുകൊണ്ടാണ് മെലിഞ്ഞതെന്നൊക്കെയാണ് വിചാരിച്ചത്. അപ്പോൾ ഈ കേസിൽ ഇവർക്ക് ഭയങ്കര ഇമോഷണലായിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു, അവർക്കിപ്പോൾ സിംറ്റംസ് ഒക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അവർ നല്ല ഹാപ്പിയാണ്. തൈറോയ്ഡ് രോഗങ്ങൾ പൊതുവെ സ്ത്രീകളിലും അതുപോലെ തന്നെ പുരുഷന്മാരിലും കാണാറുണ്ട്. പിന്നെ വെച്ചാൽ വന്ധ്യതയായിട്ടൊക്കെ വരുന്ന ആളുകൾ അല്ലെങ്കിൽ വണ്ണം കൂടുതൽ അമിത വണ്ണമുള്ള ആളുകളൊക്കെ ഉണ്ടാകും. അവരെത്ര ഡയറ്റ് ചെയ്തിട്ടും കുറയുന്നില്ല എന്നുള്ളൊരു കേസുകളൊക്കെ വരാറുണ്ട്. അവർക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ് തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടതാണ്. ഈ തൈറോയ്ഡ് ഹോർമോൺസ് കൂടുതലോ കുറവോ ഉള്ള ആളുകൾ, ഇത്തരം തൈറോയ്ഡ് രോഗങ്ങളുള്ള ആളുകൾ ചില ഭക്ഷണങ്ങൾ കഴിക്കണം, അല്ല എന്തൊക്കെ കഴിക്കണം എന്തൊക്കെ കഴിക്കരുത്, അങ്ങനെയൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ് ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. ചിലർ പറയും ക്യാബേജ് കഴിക്കരുതെന്ന് പറയുന്നുണ്ട്, എന്നാൽ ക്യാബേജ് കഴിക്കണം എന്ന് പറയും. ആ ഒരു കൺഫ്യൂഷൻ എപ്പോഴും ആളുകൾക്കുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ക്യാബേജ്, ബ്രോക്കോളി, കോളിഫ്ലവർ ഇതൊക്കെ എന്ന് പറയുന്നത് നമുക്കൊരു ഗോയിട്രോജനിക് ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. അതായത് ഗോയിട്രോജനിക് എന്ന് പറയുമ്പോൾ നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ആ ഒരു ഉൽപ്പാദനത്തെ കുറയ്ക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ നമ്മൾ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളുകൾ, അതായത് തൈറോയ്ഡ് ഹോർമോൺ കുറവുള്ള രോഗികൾ, ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആളുകൾക്ക് ക്യാബേജ്, ഇത്തരം ബ്രോക്കോളീസൊക്കെ
കുറയ്ക്കുന്നത് നന്നാവും. ഗോയിട്രോജനിക് ആയിട്ടുള്ള ഫുഡ് കുറയ്ക്കുന്നത് നന്നാവും. എന്നാൽ പറ്റേ ഒഴിവാക്കേണ്ടതില്ല. കാരണം കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ക്യാബേജൊക്കെ റോ ആയിട്ട് പച്ചക്ക് തിന്നുമ്പോഴാണ് കൂടുതൽ എഫക്റ്റ് അതിന് വരുന്നത്. നമ്മളത് കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു 80% അതിൻ്റെ ആ ഒരു ഗോയിട്രോജനിക് എഫക്റ്റ് കുറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു അരക്കപ്പൊക്കെ കഴിക്കാം. അല്ലെങ്കിൽ വീക്ക്ലി വൺസൊക്കെ നമുക്ക് ഇത്തരം ഫുഡ് കഴിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. എന്നാൽ ഒന്ന് ലിമിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡോക്ടർ പറഞ്ഞ ക്യാബേജ്, കോളിഫ്ലവർ ഇതൊക്കെ ക്രൂസിഫറസ് വിഭാഗത്തിൽപ്പെട്ടതാണ്. ഇതേപോലെ തന്നെ ആളുകൾക്ക് സംശയമുള്ളതാണ് ഈ ടാപ്പിയാക്കോ അല്ലെങ്കിൽ കപ്പ കഴിക്കാൻ പാടുമോ എന്നുള്ളത്. പലരും ഹോസ്പിറ്റലിൽ വരുമ്പോൾ നമ്മളടുത്ത് ഒ പിയിൽ വരുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, ഡോക്ടർ ഈ കപ്പ കഴിച്ചതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ, തൈറോയിഡുള്ള ആളുകൾ കഴിക്കാൻ പാടുമോ എന്നുള്ളത്. ശരിക്കും ഇതിനകത്തൊക്കെ ഗോയിട്രോജൻസ് അടങ്ങിയിട്ടുള്ളതുകൊണ്ടാണ് നമ്മൾ ഒരുപാട് അളവിൽ കൂടുതൽ കഴിക്കുമ്പോൾ നമുക്ക് പ്രശ്നമാണ്. എപ്പോഴും തൈറോയിഡുള്ള ആളുകൾ ഇതൊക്കെ കഴിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ വല്ലപ്പോഴൊക്കെ ആഴ്ചയിൽ ഒരു തവണയോ അല്ലെങ്കിൽ മാസത്തിൽ 2 തവണയൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ എപ്പോഴും നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ മുള്ളങ്കി അല്ലെങ്കിൽ റാഡിഷ് ഒക്കെ കഴിക്കുമ്പോൾ ഇതേ പ്രശ്നം തന്നെയാണ്. നമ്മുടെ മധുരക്കിഴങ്ങ് ഇതൊക്കെ കഴിക്കുമ്പോൾ ഗോയിട്രോജൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ അളവ് നമ്മൾ എപ്പോഴും ഒന്ന് ലിമിറ്റ് ചെയ്യുക. ഒരുപാട് കഴിക്കരുത്, വല്ലപ്പോഴൊക്കെ കഴിക്കാം. കാരണം ഇതിനകത്ത് ഗോയിട്രോജൻസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ TSH ഹോർമോണിൻ്റെ ആക്ഷൻ ഇത് ഒരു ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ അളവിൽ എപ്പോഴും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് കഴിക്കാൻ പറ്റുന്നതായിട്ടുള്ള അയഡിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് കഴിക്കേണ്ടതായിട്ടൊന്നുമില്ല. നമ്മുടെ ഉപ്പിൽ അയഡിൻ ഫോർട്ടിഫൈഡ് ആയിട്ട് നമുക്ക് വരാറുണ്ട്. അയഡൈസ്ഡ് സാൾട്ട് നമ്മൾ കഴിക്കുന്നതിന് നല്ലതാണ്. അതുപോലെ തന്നെ സെലീന അടങ്ങിയിട്ടുള്ള നട്ട്സ്, ബ്രസീൽ നട്ട്സ്, അതുപോലെ തന്നെ മറ്റ് നമ്മളെ വിത്തുകളൊക്കെ ഇല്ലേ, ഈ പംകിൻ സീഡ്സ്, അതുപോലെ സൂര്യകാന്തിയുടെ വിത്തുകൾ, ഇതൊക്കെ നമുക്ക് കഴിക്കുന്നത് നല്ലതാണ്. അതേപോലെ കടൽ മത്സ്യങ്ങളായിട്ട് നമുക്ക് ക്രാബ്, ചെമ്മീൻ, ഞണ്ട്, കല്ലുമ്മക്കായ ഇതൊക്കെ കഴിക്കുന്നത് നമുക്ക് ഈ തൈറോയ്ഡ് രോഗങ്ങളുള്ള ആളുകൾക്ക് വളരെ നല്ലതാണ്. നമ്മൾ ഹൈപ്പർ തൈറോയിഡിസത്തിലോട്ട് കിടക്കുമ്പോൾ നമുക്കിതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഇവിടെ നമുക്ക് അയഡൈസ്ഡ് സോൾട്ട് വേണ്ട, നമുക്ക് ജസ്റ്റ് പൊടിയുപ്പിലാണല്ലോ അയഡിൻ ആഡ് ചെയ്ത് ഫോർട്ടിഫൈ ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ കല്ലുപ്പ് യൂസ് ചെയ്യുന്നതാവും നന്നാവുക. അതിൽ അയഡിൻ കണ്ടൻറ്റ് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ പാലുൽപ്പന്നങ്ങൾ ഒഴിവാക്കുന്നത് നന്നാവും. മുട്ടയുടെ മഞ്ഞക്കരുമൊക്കെ ഒഴിവാക്കുന്നത് നന്നാവും. എന്നാൽ നമുക്ക് നേരത്തെ പറഞ്ഞ ഗോയിട്രോജനിക് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്കിവിടെ കഴിക്കാം. കാരണം ഹൈപ്പർ തൈറോയിഡ്സ് ആയതുകൊണ്ട് നമുക്ക് ക്യാബേജ്, ബ്രോക്കോളി, കോളിഫ്ലവർ, പിന്നെ സോയ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് കഴിക്കാം. പിന്നെ അയഡിൻ അടങ്ങിയത് ചെമ്മീൻ, അങ്ങനത്തെ ഷ്രിമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, കടൽ മത്സ്യങ്ങൾ, അതൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചായ. നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ചായ, കോഫി, സ്റ്റിമുലൻസ്, എനർജി ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള ആളുകളൊന്ന് ഒഴിവാക്കുന്നത് നന്നാവും. കാരണം ഇവർക്ക് ഓൾറെഡി ഹാർട്ട് ബീറ്റ് കൂടിയൊരു കണ്ടീഷനാണ്. ഹൈപ്പർ തൈറോയിഡിസിൽ ഹാർട്ട് ബീറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ഇത്തരം എനർജി ഡ്രിങ്ക്സ് ഒക്കെ നമ്മൾ ഒഴിവാക്കുന്നത് നന്നാവും. അപ്പോൾ ഒഴിവാക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എല്ലാ അസുഖങ്ങൾ വരുന്ന സമയത്തായാലും ഈ പറഞ്ഞ ഹൈപ്പർ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ ഈ പ്രോസസ്ഡ് ഫുഡ്, ഓയിലി ഫുഡ്സ്, ജങ്ക് ഫുഡ്സ്, അതൊക്കെ നമ്മൾ ഏതൊരു അസുഖമുള്ള ആളുകളായാലും അല്ലെങ്കിൽ നമുക്കൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിൽ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ഒഴിവാക്കുന്നതാണ്. അതേപോലെ തന്നെ ഷുഗർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ മാക്സിമം ഒഴിവാക്കുക. അതായത് ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങളായിരിക്കണം നമ്മൾ കൂടുതൽ കഴിക്കേണ്ടത്. മധുരം അടങ്ങിയിട്ടുള്ള മധുരപാനീയങ്ങൾ അല്ലെങ്കിൽ മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ അളവ് കുറയ്ക്കുക. കാരണം ഇതിലൊക്കെ ഇൻസുലിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ലോ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ള ഭക്ഷണങ്ങളായിരിക്കണം നമ്മൾ കൂടുതൽ കഴിക്കേണ്ടത്. കാരണം മധുരപാനീയങ്ങൾ അല്ലെങ്കിൽ മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ, അതായത് ബ്ലഡിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടുന്ന സമയത്ത് ലിവറിൽ നിന്ന് ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഇൻസുലിൻ്റെ അളവ് നമ്മുടെ ശരീരത്തിൽ കൂടുമ്പം ഈ T4 ഹോർമോൺ T3 ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ആ ഒരു പ്രോസസ്സിന് ഡിസ്റ്റർബൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് തൈറോയ്ഡ് അസുഖങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഭക്ഷണത്തിൽ ഒരു ലിമിറ്റ് വരുത്തേണ്ട സമയത്ത് ഈ ഷുഗർ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡയറ്റ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒ പിയിലൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. അതായത് 94 ആണ് അവരുടെ വെയിറ്റ്, ഒരു ലേഡിയാണ്. എന്നാൽ അവർ വളരെ നല്ലൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ഒരു ലേഡിയാണ്. അവർക്ക് PMOS ഉണ്ട്, സെക്കൻഡറി ഇൻഫെർട്ടിലിറ്റി ഉണ്ട്. അപ്പം അവർ കൺസൾട്ട് ചെയ്യാൻ വന്നത് ഈ ഒരു കണ്ടീഷന് വേണ്ടിയായിരുന്നു അവർ വന്നത്. പക്ഷെ അവർക്ക് എന്ത് ചെയ്തിട്ടും വെയിറ്റ് ഇല്ല എന്നുള്ളൊരു കേസായിരുന്നു പറഞ്ഞത്. അപ്പം നമ്മൾ തൈറോയ്ഡ് ഹോർമോൺസ് ചെക്ക് ചെയ്തപ്പം ഈ ഒരു ഹൈപ്പോ തൈറോയിഡ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ടുള്ള അവരുടെ ഡയറ്റ് അവർ ചെയ്യുന്നുണ്ട്. ഒരു പ്രോപ്പർ ഡയറ്റ് അവർ PMOS കൂടെ ഉള്ളതുകൊണ്ടും അവർ ഡയറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മൾ ഇതിനനുസരിച്ചിട്ടുള്ളൊരു ഡയറ്റും ആ ഒരു മെഡിസിനൽ കറക്ഷനും കൂടെ ചെയ്തു കൊടുത്തപ്പം അതിനനുസരിച്ചുള്ള എക്സസൈസും കൂടെ അഡ്വൈസ് ചെയ്തപ്പം ഇപ്പം മാറ്റങ്ങൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ ഈ തൈറോയ്ഡ് ഹോർമോൺസ് ഉള്ളവർക്കൊരു വിഷയം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗർഭധാരണത്തിന് ഇതൊരു ചെറിയ രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്. നമ്മൾ ഈ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ അളവ് കൂടുകയോ അതുപോലെ കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്ത്രീകളിൽ ആർത്തവ ക്രമക്കേടുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ അണ്ടോൽപാദനത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഗർഭധാരണത്തിന് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാം.
അതുപോലെ പുരുഷന്മാരിലും സ്ത്രീകളിൽ മാത്രമല്ല, ഈ ഒരു പുരുഷന്മാരിൽ നമുക്ക് തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അവരുടെ ബീജത്തിൻ്റെ ഗുണനിലവാരത്തെയും അതുപോലെ കൗണ്ടിനെയൊക്കെ ബാധിക്കാറുണ്ട്. സോ 1 ഇയർ ആയിട്ട് കുഞ്ഞിനായിട്ട് ട്രൈ ചെയ്തിട്ടും ഗർഭധാരണം നടക്കാത്ത കപ്പിൾസ് രണ്ടുപേരും തൈറോയ്ഡ് ഹോർമോണൂടെ ടെസ്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം പലപ്പോഴും സ്ത്രീകളിൽ മാത്രമാണ് പ്രശ്നങ്ങൾ എന്നാണ് നമ്മുടെ സമൂഹം എപ്പോഴും കുറ്റപ്പെടുത്താറുള്ളത്. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ കാലഘട്ടത്തിൽ അതൊക്കെ വളരെ മാറിയിട്ടുണ്ട്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ പ്രശ്നങ്ങൾ വരാറുണ്ട് ഗർഭധാരണത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ പുരുഷന്മാർ പലപ്പോഴും ശ്രദ്ധിക്കാത്തത് ഈ മദ്യപാനം പുകവലിയൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞാൽ അതിലൊരു മടി കാണിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വന്ധ്യതയുടെ പ്രശ്നങ്ങളുള്ള പുരുഷന്മാർ, അതായത് തൈറോയ്ഡ് രോഗങ്ങളുള്ളവർ തീർച്ചയായിട്ടും ഈ പറഞ്ഞ പുകവലി, മദ്യപാനം, ഈ ശീലങ്ങളൊക്കെ ഒഴിവാക്കണം. സ്ത്രീകളിലും ഇത് പാടില്ലാത്തതാണ്. അപ്പോൾ ഈ കാര്യങ്ങളും കൂടെ എന്തായാലും തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. പിന്നെ ഒരു നല്ലൊരു വാർത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ളവർക്ക് അതൊരു കറക്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് ഗർഭധാരണം പോസിബിൾ ആണ് എന്നുള്ളൊരു കാര്യം കൂടെ നമുക്ക് ഇവിടെ പറയേണ്ടതുണ്ട്. പക്ഷേ എന്നാൽ തൈറോയ്ഡ് ഹോർമോൺസ് കൂടുതലോ കുറവോ ഉള്ള സ്ത്രീകൾ അതിനുള്ളൊരു കറക്ഷൻ ചെയ്യാതെ, അതായത് അവരുടെ മരുന്നുകളിലൂടെയും ഡയറ്റിലൂടെയും എക്സസൈസിലൂടെയും അത് കറക്ഷനൊന്നും ചെയ്യാതെ എന്നാൽ ഗർഭധാരണം നടക്കുകയും അവർ കുഞ്ഞിനായി ആ ഒരു പ്രഗ്നൻസിയിൽ ഗർഭധാരണ സമയത്ത് അവരുടെ അമ്മയുടെയും കുട്ടിയുടെയും ആരോഗ്യത്തെ ബാധിക്കുന്ന ഒരു കണ്ടീഷൻ കൂടെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ തൈറോയ്ഡ് ഹോർമോൺ കറക്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് ഗർഭധാരണത്തിനായി ശ്രമിക്കുന്നവരിലും ഗർഭിണികളിലും തൈറോയ്ഡ് ഹോർമോൺസ് കറക്ഷൻ റൂൾ ഔട്ട് ചെയ്യണം. എപ്പോഴും ഗർഭിണി ആവുന്നതിന് മുന്നേ അവർ തൈറോയ്ഡ് പ്രൊഫൈൽ ടെസ്റ്റ് ഒക്കെ എപ്പോഴും ചെയ്തിരിക്കണം. കാരണം തൈറോയ്ഡ് ഒന്നും ഇല്ലാതെ വേണം അവരൊരു ഗർഭധാരണത്തിലേക്ക് എത്തേണ്ടത്. ആ കാര്യം കൂടി പലപ്പോഴും ആളുകൾ എപ്പോഴും വിട്ടുപോകാറുണ്ട്. ഇനി തൈറോയ്ഡ് ഗ്രന്ഥികളുടെ സർജറി കഴിഞ്ഞ പേഷ്യൻസ് ഉണ്ടാവും, അതായത് ഗ്രന്ഥി പൂർണ്ണമായി നീക്കം ചെയ്ത ആളുകൾ, അവർ ഏത് കാറ്റഗറിയിലാണ് എന്നുള്ളൊരു ഡൗട്ട് ആൾക്കാർക്ക് വരാറുണ്ട്. അതെ, കാരണം അവർ ഹൈപ്പോ തൈറോയിഡിസത്തിൻ്റെ ഡയറ്റാണോ ഹൈപ്പർ തൈറോയിഡിസത്തിൻ്റെ ഡയറ്റാണോ ഫോളോ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ ഗ്രന്ഥി പൂർണ്ണമായി നീക്കം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരെ ഹൈപ്പോ തൈറോയിഡിസം എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്താറുള്ളത് നോർമലി. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഗോയിട്രോജനിക് ആയിട്ടുള്ള ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്ത് ആ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ തൈറോയ്ഡ് രോഗങ്ങളുള്ള ആളുകൾ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ട ചില മാറ്റങ്ങൾ, ഡയറ്റിനെ കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അതല്ലാതെ വരുത്തേണ്ട ചില മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ദിവസം നമ്മളൊരു 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം കൂടി നല്ല കൃത്യമായിട്ട് അതൊരു ശീലാക്കി മാറ്റുക. അതുപോലെ ഒരു 6 തൊട്ട് 8 മണിക്കൂർ വരെയുള്ള ഉറക്കം, മാനസിക സമ്മർദ്ദം, സ്ട്രെസ്സൊക്കെ ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ യോഗ, മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യാം. അതുപോലെ എപ്പോഴും പലരും ചെയ്യാൻ മടി കാണിക്കുന്നതാണ് എക്സസൈസ്. പലരും ഒരാഴ്ചയൊക്കെ ചെയ്ത് കാണുന്ന നമ്മൾ ഒ പിയിലൊക്കെ വരുമ്പോൾ പേഷ്യൻസ് പറയാറില്ലത്, ഡോക്ടറെ ഞാനൊരു 1 മന്ത് ഒക്കെ ചെയ്തു, പിന്നെ എനിക്കതൊരു കണ്ടിന്യൂഷൻ കിട്ടുന്നില്ല എന്ന്. അപ്പോൾ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്കൗട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെ ഒരു എക്സസൈസ് ഒരു 45 മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഡെയിലി വർക്കൗട്ട് ചെയ്യാം. ചെറിയ രീതിയിൽ ജോഗിങ്ങിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ചെറിയ വർക്കൗട്ട്സ് പുള്ളപ്സ് ആയിട്ടോ പുഷപ്സ് ഒക്കെ ആയിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകുന്നത് തൈറോയ്ഡുള്ള ആളുകൾക്ക് മരുന്നിൻ്റെയും ഈ ഭക്ഷണം ഡയറ്റിൻ്റെ കൂടെയൊക്കെ വളരെ നല്ലതാണ്. ഈ ഹൈപ്പർ തൈറോയിഡിസ് ഉള്ള ആളുകൾ ചോദിക്കും, ഞങ്ങൾ മെലിഞ്ഞിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യണമെന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ വണ്ണം കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമല്ല എക്സസൈസ് ചെയ്യുന്നത്. നമുക്ക് മൊത്തത്തിൽ നമ്മൾ ബോഡീനെ ഫിറ്റാക്കി ഹെൽത്തി ആക്കാനും വേണ്ടിയിട്ട്, അതുപോലെ തൈറോയ്ഡ് ഹോർമോൺസിൻ്റെ ആ ഒരു പ്രൊഡക്ഷനും എല്ലാം പ്രോപ്പർ ആക്കാനും ഒക്കെ നമുക്കൊരു എക്സസൈസ് വളരെ അത്യാവശ്യം തന്നെയാണ്. നമ്മൾ ഈ പറഞ്ഞ ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്ത് ഈ തൈറോയിഡിൻ്റെ അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ നേരിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഞാൻ ഡോക്ടർ അനുശ്രീ, ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ ആൻഡ് സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. ഞാൻ ഡോക്ടർ രശ്മി മഹ്മൂദ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.